ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് മിൻഹ. അപ്പോൾ എനിക്കൊരു ഹായ് തരുമോ ഇത്താന്ന് മിൻഹ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു. ചിലപ്പം വീഡിയോ എടുക്കുമ്പോൾ വിട്ടു പോകുന്നതാണ്, ഒരിക്കലും മനഃപൂർവ്വമല്ല. സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി സന്തോഷമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫിലെ 16ാമത്തെ ദിവസമാണ്. ഇന്ന് 16ാമത്തെ നോമ്പാണ്, 17ാം രാവാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പതിവ് പോലെ ഇടത്താഴമൊക്കെ കഴിഞ്ഞു, ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൂപ്പും തുടപ്പുമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളെ വീഡിയോയിൽ അത് കാണിക്കാത്തതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അങ്ങനെ ജോലി ചെയ്യേണ്ടത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളാണ്, അതുകൊണ്ട് എന്നും ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ രാവിലെ പൊന്നൂസ് മോണ്ടനൊക്കെ ബഹളമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ പെട്ടെന്ന് എങ്ങനെയും ജോലി ഒതുക്കിയിട്ട് ഒരു ഇത്തിരി നേരം ഇരിക്കാമെന്നായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ നോക്കിയാണ്. അപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ അതുപോലെ എഴുന്നേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് പൊന്നൂസിനെ മോണ്ടനെ കുളിപ്പിച്ചു, ഞാനും കുളിച്ച് റെഡിയായി. ഇനി കുറച്ച് നേരം പൊന്നൂസിനെ മോണ്ടനായിട്ട് ഉറക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയ വീഡിയോ എടുപ്പൊക്കെ തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കാണാം. പൊന്നൂസും കൂടെ ഒരു സ്കെച്ച് പെൻ എടുത്ത് ഈ ഭിത്തി മുഴുവൻ വരച്ച് വൃത്തികേടാക്കി. എന്നിട്ട് സിറ്റ് ഔട്ടിൻ്റെ താഴെ പൊളിച്ചിരിക്കുകയാണ്. ഇറങ്ങി വരാൻ മുന്നിട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ പൊന്നൂസ് മോനോട്ടാണ്, ഞങ്ങൾക്ക് ഉറക്കമൊക്കെ എണീറ്റ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ ടൗണിൽ പോവാണ്. സാലതും കൂടെ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ പൊന്നൂസ് മോനോട്ടൻ്റെ അവിടെ കിടന്ന് ആകെ ബഹളം, ഞങ്ങൾ വരിക. അപ്പോൾ ഞാനും അങ്ങ് ശരി നമുക്ക് ഇങ്ങനെ ഒരുങ്ങാൻ പോവാമെന്ന് വിചാരിച്ചു. കാരണം ഇത്തിരി നേരം വണ്ടിയിലിരിക്കാമല്ലോ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ടൗണിലൊക്കെ പോകുമ്പോൾ വെറുതെ കാറിൽ പാട്ടൊക്കെ കേട്ടിരുന്ന് പോകുന്നൊരു സുഖം, കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തില്ല, വീട്ടിൽ നിൽക്കുന്നത് ആ ഒരു കോലത്തിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകും. ഞാൻ അതിന് മുമ്പ് നിങ്ങളൊരു അതിഥിയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ ആ വെഡിങ് ആനിവേഴ്സറി വീഡിയോയിൽ ഒരു ചെറിയ മിന്നായം പോലെ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വീഡിയോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര നാണമാണ്. ഒരു രക്ഷയാട്ടാ പോയി സാച്ചി ഒന്ന് നോക്ക്. അപ്പോൾ സാച്ചിയുടെ കല്യാണമാണ് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ. സാച്ചറ എൻ്റെ അടുത്ത് വ്ലോഗ് ചെയ്യണം. പുള്ളിക്കാരിക്ക് നിൽക്കാൻ മടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും കൂടെ ചോദിക്കണമല്ലോ, കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാം വ്ലോഗ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. സാച്ചി ഭയങ്കര നാളാണ്. പക്ഷേ പുള്ളിക്കാരി എൻ്റെ കൂടെ പണ്ട് ഞാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ലിപ്പ് അനയ്ക്കാൻ മതിയല്ലോ, ഇതിനകത്ത് സംസാരിക്കണമല്ലോ. അപ്പോൾ അതിന് ഭയങ്കര ഇതാണ്. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ സാച്ചിയോട് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്താ സാച്ചി സംസാരിക്കാത്തതെന്ന്. അതുകൊണ്ട് സാച്ചിയെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചങ്ങോട്ട് നിർത്തിയതാണ്. അപ്പോൾ സാച്ചിയുടെ കല്യാണമാണ് കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞ് ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ ഓക്കേ, അപ്പോൾ സാധനത്തിന് കാത്തേക്കും. അമ്മ അങ്ങോട്ടോ പോയി. അപ്പം ഞാൻ അന്നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, സാച്ചിയുടെ പേര് സാച്ചി എന്നല്ല കേട്ടോ, അലാന എന്നാണ് കേട്ടോ സാച്ചി. അത് പറയാം. വീട് അമ്മയുടെ ബ്രദറിൻ്റെ മോളാണ്. അപ്പം നമ്മുടെ ഒക്കെ ഒരു കുട്ടിക്കാലം വരുമ്പോൾ തോട്ടിലും കനാലിലും ഒക്കെ കളിച്ച് നടന്നൊരു കുട്ടിക്കാലം. പക്ഷെ ഞാനും ഷാദറിനൊക്കെ എപ്പോഴും അത് പറയും, നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്ത് ആ ഒരു സന്തോഷമൊന്നും ഈ പൊന്നൂസിനും മോനോട്ടനും ഒന്നുമില്ല. അവരുടെ ലോകം നമ്മൾ വീട്ടിൽ അവരങ്ങ് അടച്ചിടുകയാണ്. അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് അങ്ങനെ ഓവറായി കളിക്കാൻ പോകുന്നില്ല, വേറെ സ്ഥലങ്ങളിൽ പോയി കളിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു സന്തോഷമൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. അവരുടെ ലോകം മൊബൈൽ ഫോണും ഗെയിംസും ഒക്കെയാണ്. അപ്പോൾ ഓക്കെ, സാല് തോന്നും, നമുക്ക് പിന്നെ കാണാം. നമ്മുടെ മോനുടെ കാറിൽ തന്നെ കയറി ഡോർ അടച്ച് ഡോർ ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ കടയുടെ ഫ്രണ്ടിലോട്ട് നമ്മൾ പോവാണ്. അമ്മ അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, അമ്മയും സാച്ചി അവിടോട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ കടയിൽ 2-3 പേരൊക്കെ സാധനം വാങ്ങാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത്ത അവിടെ ഇല്ല. അപ്പോൾ അത്ത വന്നിട്ട് പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ആ സമയം സാള് എന്നോട് പറഞ്ഞു അവൻ്റെ 2-3 പിക്ക് എടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു. പോസ് ചെയ്യാനായിട്ട് അവൻ കാറിൻ്റെ ഫ്രണ്ടിൽ വന്നങ്ങ് നിന്നു. അപ്പോൾ അമ്മ വന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സാച്ചി പെട്ടെന്ന് കയറാൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി നിൽക്കും കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോകാം. വണ്ടി കയറി നിന്നിട്ടുള്ള
മോനൂട്ടൻ്റെ യോയോടിയാണ് ഒക്കെ കാണുന്നത്. പൊന്നൂസും യോയോടെ. ഇപ്പോൾ സാരഥ പിന്നെ നല്ല ഡ്രസ്സും പാൻറ്റൊക്കെ ഇട്ടിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവനും അമ്മായിയാണ് കടകളിൽ വെളിയിൽ ഇറങ്ങുന്നത്. അപ്പം ഞാനും പൊന്നൂസും മോനൂട്ടനും വണ്ടി തന്നെ ഇരിക്കും എവിടെ പോയാലും. അപ്പോൾ അവരെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, ഓടിക്കളിക്കുന്ന കാരണം. അപ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. കടയിലത്തേക്ക് തണ്ണിമത്തങ്ങയും മുന്തിരിങ്ങയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേട്ട് നോയമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് കടയുടെ ഫ്രണ്ടിൽ നിന്ന് തണ്ണിമത്തങ്ങയൊക്കെ ഇറക്കുകയാണ് സാലത്തൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ട് വന്നത്. പിന്നെ നമ്മുടെ മറ്റേ കടയിലത്തേക്ക് മിനറൽ വാട്ടറും കുറച്ച് ലൈസും സാധനങ്ങളൊക്കെ. ഇതൊക്കെ പൊന്നൂസ് തന്നെ തിന്ന് തീർക്കും ലൈസൊക്കെ. അപ്പോൾ നമ്മൾ നോയമ്പ് മുറിക്കാനുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് എടുത്താൽ കാരണം നമുക്ക് എല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളത് വെറുതെ കളയേണ്ട വരും. അതുകൊണ്ട് ആവശ്യത്തിന് 2 ആപ്പിൾ മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മോനുടെ കടയിൽ പോയി അത്താഴത്ത് വഴക്കുണ്ടാക്കി പൊന്നൂസ് മോനോട്ടിന് ഓരോ ജ്യൂസ് വീതം എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്യുന്നതിൻ്റെ പുറഭാഗം നമ്മൾ കളയാതെ വെച്ചേക്കും. കാരണം വെച്ചാൽ മുയലിനും ആട്ടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. നേരത്തെ ആണെങ്കിൽ കുറേ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് തണ്ണിമത്തങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെക്കും. പക്ഷേ ലാസ്റ്റ് അതെല്ലാം വെറുതെ വേസ്റ്റായിട്ട് കളയും. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം ഫ്രൂട്ട്സ് ഒന്നും എടുക്കില്ല. അത് കഴിഞ്ഞ് കുട്ടി മോനൂട്ടന് സമൂസ കൊടുത്ത ചൂടാമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പായസം വയ്ക്കുകയാണ്. സേമിയാണ് വെച്ചത്. ഇപ്പോൾ 17-ാം രാവായതുകൊണ്ട് ഒരിത്തിരി പായസം വെച്ച് യാസീൻ ഓതാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരിത്തിരിയേ വെച്ചിട്ടുള്ളൂ. ഒത്തിരിത്തെ നേർച്ചപ്പം കെടുത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് അത് കളയേണ്ട വരും. അപ്പോൾ ഞാൻ യാസീൻ ഓതാനായിട്ട് പായസം കൊണ്ട് ബൗളിൽ വെച്ചാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഇത്തിരിത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ സാലതും അത്തായും കടയിൽ നിന്ന് നോയമ്പ് തുറന്നിട്ട് വരും. അപ്പോൾ അമ്മ ഇങ്ങ് വരും. അപ്പോൾ മുട്ട പപ്സ് ഉണ്ട്, ഉഴുന്നോട ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ പള്ളിക്കഞ്ഞിയൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം, നേർച്ച പായസം ഉണ്ട്, പിന്നെ സോഡ ലൈം ഉണ്ട്, പിന്നെ ഷാർജ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ. ഇത്രയും നമുക്ക് കഴിക്കാനും പറ്റില്ല, വയറിറങ്ങിയും ലാസ്റ്റ് ഒരുപാട് ബാലൻസും വരും. മോനൂട്ടന് നോയമ്പ് തുറക്കുന്ന സമയത്ത് ഷാർജ നിർബന്ധം. ഇല്ലെങ്കിൽ അവൻ കട്ടിയില്ലാത്ത പാലുകൊണ്ടായാലും ഷാർജ അടിപ്പിക്കും. അപ്പോൾ പൊന്നൂസ് നമ്മൾ യാസീനൊക്കെ ഓതി കഴിഞ്ഞിട്ട് പായസം കുടിക്കുക. അപ്പോൾ നോയമ്പ് തുറക്ക സമയമായി. ഞങ്ങളെല്ലാവരും നോയമ്പ് തുറക്കാണ്. അമ്മ കടയിൽ നിന്ന് വന്നു. ഇപ്പോൾ സാലതും അത്തായും കടയിൽ ഇരുന്ന് നോയമ്പ് തുറക്കാണ്. മോനൂട്ടന് ആകെ ബഹളമായിരുന്നു. അപ്പോൾ ഇന്ന് നോയമ്പ് തുറക്കുന്ന സമയത്ത് അവർക്ക് TV ഇടണം, കാർട്ടൂൺ ഇട്ടേ പറ്റൂ. പിന്നെ നമുക്കൊരു ഇത്തിരി നേരം നോയമ്പ് ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തേ പറ്റൂ. അങ്ങനെ കാർട്ടൂൺ ഇട്ട് കൊടുത്തു. പൊന്നൂസിന് ഞാൻ സമൂസ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു കഴിച്ച് കഴിഞ്ഞ് പിന്നെ പറയാണ് എനിക്ക് വേണ്ട, കൊള്ളത്തില്ലെന്ന്. അപ്പോൾ സാലത് അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സാലത് വന്ന് കഞ്ഞിയൊക്കെ കുടിക്കുക. പള്ളിക്കഞ്ഞിയാണ് മെയിൻ എല്ലാവർക്കും. പിന്നെ സാലത് പോയി കഴിയുമ്പോൾ അത്ത വന്നു. ഇപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ അത്ര നിർബന്ധമില്ലാത്തത് കഞ്ഞി. പക്ഷേ ഇവർക്കെല്ലാവർക്കും മെയിനായിട്ട് കഞ്ഞിയാണ്. ഞാൻ മറ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇത്തിരി കഴിക്കത്തുള്ളൂ. പക്ഷേ എല്ലാവരും ആദ്യം കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കാർട്ടൂൺ ഇട്ടുകൊണ്ട് ഇനി പറയാനൊന്നും പറ്റില്ല. അവൻ TV ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.